ഞാൻ മത്തായി. നീ അടുത്ത് വന്നപ്പോ ഞാനും മത്തായി. മകനെ മത്തായി, നീ ഇങ്ങനെ കുടിക്കരുത്. നീ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ അകപ്പെടും. നീ കഷ്ടപ്പാടിൽ അനുഭവപ്പെടും. നിന്റെ മക്കൾ നിന്നെ വകവെക്കത്തില്ല. നീ കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് ബാറുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാറുകാർ മുതലാളിമാരാകും. അവര് വലിയ മന്ദിരങ്ങൾ പണിയും. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മള് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നശിച്ചു പോകും. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ബാർ തുടങ്ങണമെന്ന് മനസ്സിലായി. മത്തായി, നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? അച്ഛൻ ഒറ്റൊരുത്തനാണ് ഇതിന് കാരണക്കാരൻ, അറിയാവാ? ഞാനതിന് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നാ? അച്ഛനല്ലേ പള്ളി വെച്ച് മിക്കവാറും പറയണത് നിന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. മകനെ, ദൈവം വചനമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. അതാണിപ്പോ പ്രശ്നമായത്. എന്ത് പ്രശ്നം? ഭാര്യ അയൽക്കാരനെ സ്നേഹിച്ച് ഇപ്പൊ അവിടെ സ്ഥിരതാമസാക്കി, അറിയാവോ? മകനെ മത്തായി, നീ സമയം കിട്ടുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തു പറഞ്ഞു മനസ്സിലാക്കി? അന്യന്റെ മുതല് ആഗ്രഹിക്കരുതെന്ന്. ഇപ്രാവശ്യം ഇടവകയിലെ പിള്ളേർക്ക് ചങ്കുപൊട്ടി ചാകാൻ കരോൾ ഗാനം ഞാൻ തന്നെ എഴുതണമെന്നാണ് മെത്രാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്റെ സൃഷ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഹല ഹല്ലേലൂയ, ഹല 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 ഹല്ലേലൂയ, ഹല ഹല്ലേലൂയ, ഹല 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 ഹല്ലേലൂയ. പൊങ്ങട്ടെ സ്റ്റാർ പൊങ്ങട്ടെ, കാശുള്ളവന്റെ ഒക്കെ വീട്ടിൽ പൊങ്ങട്ടെ സ്റ്റാർ പൊങ്ങട്ടെ, ഹല ഹല്ലേലൂയ. ആ ലൂയക്ക് ഇത്ര നീളം വേണ്ട, ലൂയ ഇത്തിരി വെട്ടി കുറച്ചേക്കാം. എന്തോ ആയിക്കോട്ടെ. അച്ഛൻ ഒന്ന് വെഞ്ചരിക്കണം. ഞാൻ എന്തിനാണ് ബെഞ്ചയിലിരിക്കുന്നത്? കസേരയിൽ ഇരുന്നാ പോരെ? വെഞ്ചരിക്കണോന്ന്. അത് ശരി. അച്ഛന്റെ വെഞ്ചരിപ്പിനെ കുറിച്ച് പുറത്ത് ഭയങ്കര അഭിപ്രായമാണല്ലോ. ആണോ? ഞാൻ കുറച്ച് കാശൊക്കെ തട്ടിക്കൂട്ടി ഒരു പഴയ സൈക്കിള് വാങ്ങിയിട്ടുണ്ട്. അച്ഛൻ അതൊന്ന് വെഞ്ചരിച്ച് തരണം. കമ്പ്യാരി, ആ സൈക്കിള് വെഞ്ചരിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വന്നേ. പുസ്തകോ? ആന്ധ്രാച്ച പുസ്തകം? സഹോദര, ഇപ്പൊ എല്ലാ വണ്ടിക്കും അതിന്റേതായ പുസ്തകമുണ്ട്. ഇപ്പൊ സൈക്കിളിന്റേതായ പുസ്തകമുണ്ട്. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനല്ലേ പറഞ്ഞൊരു സർവന്റിനെ വേണോന്ന്? അതെ, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ അങ്ങ് പെർമനന്റ് ആക്ക്. എന്താണ് നിന്റെ പേര്? തോമസ്. തോമസ് അല്ലേ? തോമസിന് പാചകം ചെയ്യാൻ അറിയാമോ? ഇല്ല. അറിയില്ല. തുണികൾ നനയ്ക്കാൻ അറിയാമോ? അറിയില്ല. തുണികൾ ഇസ്തിരി ഇടാൻ അറിയാമോ? അറിയില്ല. ഇതൊന്നും അറിയാത്തോണ്ടാണ് ഞാൻ ഈ പള്ളിയിലെ വികാരിയായത്. ഒരു പള്ളി രണ്ട് വികാരിയുടെ ആവശ്യമില്ല. പോച്ചാത്തന്നെ ദൂരെ പോടാ. എന്തായാലും അച്ഛന്റെ വെഞ്ചരിപ്പ് ഉഗ്രനാ. അച്ഛൻ ആ സൈക്കിൾ വെഞ്ചരിച്ച് തന്നാ പിന്നെ എനിക്ക് വെച്ചരി കേറ്റോല്ലേ. ഇപ്പൊ സൈക്കിൾ വിറ്റ് ഞാൻ ബൈക്ക് എടുത്ത്. അച്ഛൻ ഇതും കൂടി ഒന്ന് വെഞ്ചരിച്ചേ. കപ്യാരി, ആ ബൈക്ക് വെഞ്ചരിക്കുന്ന പുസ്തകം ഇങ്ങെടുത്തേ. സൈക്കിള്, ബസ്, കാറ്, ബൈക്ക്. അറിഞ്ഞു വെഞ്ചരിച്ചോ? എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും അത്യുന്നതങ്ങളിൽ എത്താൻ വേണ്ടി എല്ലാവിധ ആ സാമ്പത്തികമായ ഉയർച്ചകളും നിനക്കുണ്ടാകട്ടെ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിങ്ങെടുക്കും. ബോരടിക്കുന്നുണ്ടല്ലോ, ആമേൻ പറഞ്ഞോളൂ. ഇതെന്താ ചോപ്പ് ഇങ്ങനെ? ഇതൊക്കെ അമേരിക്കൻ സെറ്റപ്പാണ് മകനെ. പിന്നെ അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, ഇതൊരു മത്തായി. അതെ, ഞാൻ ധ്യാനത്തിന് പോയി മദ്യപാനമൊക്കെ നിർത്തി. എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോഴേ തോന്നി നീ നല്ല പ്രസന്ന മുഖനായിരിക്കുന്നു. അച്ഛ, എനിക്കൊരു സംശയം. ചോദിക്കേ. അവിടെ ചെന്നപ്പോ മനസ്സിലായതാ, ഈ പള്ളിയിലച്ഛന്മാർക്കും സ്വാമിമാർക്കും ഒക്കെ ദേഷ്യം വരില്ല എന്ന് പറയുന്നത് സത്യമാണോ? ഒരിക്കലുമില്ല. അവര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരല്ലേ. അവർക്ക് ഒരിക്കലും ദേഷ്യം വന്നുകൂടാ. എന്തൊക്കെയായാലും മനുഷ്യന്മാരല്ലേ, ദേഷ്യം വരാണ്ടിരിക്കുവോ? ഒരിക്കലും ദേഷ്യം വരില്ല. പ്രത്യേകിച്ച് ഒരു വികാരി ഒരിക്കലും ഒരു വികാരനായി സംസാരിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഈ പള്ളിയുടെ വകയിലെ മാങ്ങയൊക്കെ പറിച്ചോണ്ട് പോയി അച്ഛന് ദേഷ്യം വരും. എനിക്ക് എന്തിനു ദേഷ്യം വരണം? ഞാൻ മത്തായിയെ വിളിച്ച് ഉപദേശിക്കും. മത്തായി, നീ ചെയ്ത തെറ്റാണ്. അല്ലാതെ എനിക്ക് ദേഷ്യം വരത്തില്ല. അല്ലാതെ ദേഷ്യം വരില്ല? ദേഷ്യം വരും. അച്ഛന്റെ കീശ 100 എടുത്തു കഴിഞ്ഞാൽ അച്ഛന് ദേഷ്യം വരും. ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? എനിക്ക് ദേഷ്യം വരത്തില്ല. ഉദാഹരണത്തിന് ഞാൻ അച്ഛന്റെ കീശ എങ്ങനെ വലിച്ചു അച്ഛന് ദേഷ്യം വരത്തില്ല? ദേഷ്യം വരില്ല മത്തായി. ദേഷ്യം വരും. വരും. ഞാനിപ്പോ അച്ഛനെ എങ്ങനെ അച്ഛന് ദേഷ്യം വരും? കുട്ടി എങ്ങനെയാ മത്തായി ദേഷ്യം വരുന്നത്? ചിരിയല്ലേ വരത്തുള്ളൂ. ദേഷ്യം വരും. ഞാനിപ്പോ അച്ഛൻ ഇവിടെ മൊത്തം വലിച്ചു കീറി. ദേഷ്യം വരത്തില്ലെന്ന് പറഞ്ഞ തലേ കയറി നിരങ്ങുന്നോ? അച്ഛോ, അച്ഛനാണച്ചോ അച്ഛൻ. അതെ, അച്ഛനാണ് എന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതി ഉണ്ടാക്കി. തീർച്ചയായും. അച്ഛന്റെ വെഞ്ചരിപ്പ് എന്ന് പറഞ്ഞാൽ ലോക പ്രസിദ്ധമല്ലേ. ആദ്യം ഞാനൊരു സൈക്കിളുമായിട്ട് വന്നപ്പോ അച്ഛൻ അത് വെഞ്ചരിച്ച്. തീർച്ചയായും. അതുകൊണ്ട് അത് വിറ്റ് കഴിഞ്ഞപ്പോ എനിക്കൊരു ബൈക്ക് മേടിക്കാൻ പറ്റി. അച്ഛന്റെ വെഞ്ചരിപ്പിന്റെ ഗുണവേ. അച്ഛൻ ആ ബൈക്ക് വെഞ്ചരിച്ച് തന്നപ്പോ ഞാൻ ആ ബൈക്ക് വിറ്റിട്ട് ഒരു കാർ എടുത്ത്. അച്ഛന്റെ വെഞ്ചരിപ്പിന്റെ ഗുണവേ. ആ കാർ വിറ്റിപ്പോ ഞാൻ പുതിയ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്.
ഇനി എനിക്ക് ഉയർച്ചയിലേക്ക് പോകാൻ അച്ഛൻ അതുകൂടി ഒന്ന് വെഞ്ചരിച്ച് തരണം. മകനെ, നിന്റെ എല്ലാം ഉയർച്ചയ്ക്കും നിന്റെ നന്മയ്ക്കും നിനക്ക് സാമ്പത്തികമായ എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടി പോവാൻ വേണ്ടി നിനക്കൊരു തടസ്സവുമില്ല ഇതുവരെ മുന്നേറാൻ സാധിച്ചില്ലേ? ഉവ്വ. അതുകൊണ്ട് നിനക്ക് ഈ വണ്ടിയും കൂടി ഈ അച്ഛൻ തന്നെ നിനക്ക് വെഞ്ചരിച്ച് തരുന്നു സഹോദര. വെല്ലുവാരി. മേടയിലോട്ട് വരൂ. അച്ഛോ, ഓ, അച്ഛൻ ഇത് എന്നാ വെഞ്ചരിപ്പാ നടത്തിയത്? എന്ത് പറ്റി പാപ്പച്ച? അച്ഛൻ വെഞ്ചരിച്ചെന്ന വണ്ടി എന്റെ കന്യാത്രയില് പാലത്തീന്ന് പുഴയിലേക്ക് തലയും കുത്തി വീണ് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടത്. പാപ്പച്ച, നീ എന്ത് വണ്ടിയാടാ മേടിച്ചത്? ബസ്. എന്റെ ഈശോ മിശിഹായ തമ്പുരാനെ, നീ ബസ്സായിരുന്നോ മേടിച്ചത്? പിന്നല്ലാതെ. എടാ, ആ കപ്പ്യാർ എനിക്ക് വെഞ്ചരിക്കാൻ തന്ന പുസ്തകം ബോട്ടിന്റെ ആയിരുന്നടാ.